കൂട്ടുകാരെ, PSC പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് പ്രതീക്ഷിക്കുന്ന ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കറന്റ് അഫയേഴ്സ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി ISRO വിക്ഷേപിച്ച സൂര്യനെപ്പറ്റി പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം ഏത്? ഉത്തരം പ്രോബ 3. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി വിക്ഷേപിച്ച സൂര്യനെപ്പറ്റി പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് പ്രോബ 3. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയ മിഷേൽ ബാഷ്ലറ്റ് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്? ഉത്തരം ചിലിയുടെ. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയ മിഷേൽ ബാഷ്ലറ്റ് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്? ചിലിയുടെ. 2024 സയ്യദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യക്കാർ പുരുഷ വനിതാ സിംഗിൾസ് കിരീടങ്ങൾ നേടുകയുണ്ടായി. ആരൊക്കെയാണ് ജേതാക്കളായത്? ഉത്തരം ലക്ഷ്യ സെന്നും PV സിന്ധുവും. 2024 സയ്യദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യക്കാർ പുരുഷ വനിതാ സിംഗിൾസ് കിരീടങ്ങൾ നേടുകയുണ്ടായി. ആരൊക്കെയാണ് ജേതാക്കളായത്? ലക്ഷ്യ സെന്നും PV സിന്ധുവും. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങൾക്കുള്ളിൽ എത്തിയ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ആലത്തൂർ പോലീസ് സ്റ്റേഷൻ. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ ആദ്യത്തെ 10 സ്ഥാനങ്ങൾക്കുള്ളിൽ എത്തിയ കേരളത്തിലെ പോലീസ് സ്റ്റേഷനാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ. രാജ്യത്ത് ആദ്യമായി സർക്കുലർ ഇക്കോണമി നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കർണാടകം. രാജ്യത്ത് ആദ്യമായി സർക്കുലർ ഇക്കോണമി നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമാണ് കർണാടകം. പാലസ്തീൻ വിഷയത്തിൽ സമാധാനപരമായ ഒത്തുതീർപ്പുണ്ടാക്കണമെന്ന പ്രമേയം 2024 ഡിസംബറിൽ UN ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ഉത്തരം സെനഗൽ. പാലസ്തീൻ വിഷയത്തിൽ സമാധാനപരമായ ഒത്തുതീർപ്പുണ്ടാക്കണമെന്ന പ്രമേയം 2024 ഡിസംബറിൽ UN ജനറൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച രാജ്യമാണ് സെനഗൽ. 2024 ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. 2024 ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യ ഭാഷയിലുള്ള ചാനൽ ഏതാണ്? ഉത്തരം PME വിദ്യ DTH. ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യ ഭാഷയിലുള്ള ചാനലാണ് PME വിദ്യ DTH. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി 2024 ഡിസംബറിൽ ചുമതലയേറ്റത് ആരാണ്? ഉത്തരം ദേവേന്ദ്ര ഫഡ്നാവിസ്. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി 2024 ഡിസംബറിൽ ചുമതലയേറ്റതാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. 2024 നവംബറിൽ തമിഴ്നാട്ടിൽ വ്യാപക നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം ഫെങ്കൽ. 2024 നവംബറിൽ തമിഴ്നാട്ടിൽ വ്യാപക നാശനഷ്ടം വിതച്ച ചുഴലിക്കാറ്റാണ് ഫെങ്കൽ. ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത പ്രഥമ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയാഘോഷത്തോടനുബന്ധിച്ച് സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ്? ഉത്തരം വത്തിക്കാൻ. ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത പ്രഥമ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയാഘോഷത്തോടനുബന്ധിച്ച് സർവമത സമ്മേളനം നടത്തിയത് വത്തിക്കാനിലാണ്. ഏത് നേതാവിൻ്റെ ചിത്രമാണ് ബംഗ്ലാദേശിൻ്റെ കറൻസി നോട്ടിൽ നിന്നും ഒഴിവാക്കിയത്? ഉത്തരം ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. ഏത് നേതാവിൻ്റെ ചിത്രമാണ് ബംഗ്ലാദേശിൻ്റെ കറൻസി നോട്ടിൽ നിന്നും ഒഴിവാക്കിയത്? ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ജയ് ഷാ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ജയ് ഷാ.
കേരളത്തിലെ ഏത് ക്ഷേമനിധി ബോർഡിന്റെ സേവനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട AI റിസപ്ഷനിസ്റ്റാണ് കെല്ലി? മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. കേരളത്തിലെ ഏത് ക്ഷേമനിധി ബോർഡിന്റെ സേവനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട AI റിസപ്ഷനിസ്റ്റാണ് കെല്ലി? മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ. സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡിനുടമയായ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ഡി ഗുഗേഷ്. സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായി ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡിനുടമയായ ഇന്ത്യക്കാരനാണ് ഡി ഗുഗേഷ്. 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ഷാജി എൻ കരുൺ. 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ഷാജി എൻ കരുൺ. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇഞ്ചി ഇനം ഏതാണ്? ഉത്തരം സുരസ. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇഞ്ചി ഇനത്തിന്റെ പേരാണ് സുരസ. 2030 ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങൾ ഏവ? സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. 2030 ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങളാണ് സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നിവ. 2034 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന ഏഷ്യൻ രാജ്യം ഏതാണ്? ഉത്തരം സൗദി അറേബ്യ. 2034 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന ഏഷ്യൻ രാജ്യമാണ് സൗദി അറേബ്യ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ 26ാമത്തെ ഗവർണർ ആയി നിയമിതനായത് ആരാണ്? ഉത്തരം സഞ്ജയ് മൽഹോത്ര. ഭാരതീയ റിസർവ് ബാങ്കിന്റെ 26ാമത്തെ ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് സഞ്ജയ് മൽഹോത്ര. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ച പുതിയ ലൊക്കേഷൻ കോഡ് ഏതാണ്? ഉത്തരം INTRV1. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ച പുതിയ ലൊക്കേഷൻ കോഡാണ് INTRV01. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള 2024 ഫിഫ പുരസ്കാരം നേടിയത് ആരാണ്? എയ്റ്റാന ബോൺമാറ്റി. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള 2024 ഫിഫ പുരസ്കാരം നേടിയത് എയ്റ്റാന ബോൺമാറ്റി. പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിന് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളം എഴുത്തുകാരൻ ആരാണ്? ഉത്തരം കെ ജയകുമാർ. പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിന് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാളം എഴുത്തുകാരനാണ് കെ ജയകുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി പ്രവർത്തനമാരംഭിച്ചത് എവിടെയാണ്? ഉത്തരം കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ 24x7 ഓൺലൈൻ കോടതി പ്രവർത്തനമാരംഭിച്ചത് കൊല്ലത്ത് ആണ്. 2024 വിശ്വസുന്ദരി പട്ടം നേടിയ ഡെൻമാർക്കുകാരിയുടെ പേരെന്താണ്? ഉത്തരം വിക്ടോറിയ കാജർ തിൽവിക്. 2024 വിശ്വസുന്ദരി പട്ടം നേടിയ ഡെൻമാർക്കുകാരിയുടെ പേരാണ് വിക്ടോറിയ കാജർ തിൽവിക്. G20 കൂട്ടായ്മയുടെ 19ാമത് ഉച്ചകോടിക്ക് 2024 നവംബറിൽ വേദിയായ നഗരം ഏതാണ്? ഉത്തരം ബ്രസീലിലെ റിയോ ഡി ജനറോ. G20 കൂട്ടായ്മയുടെ 19ാമത് ഉച്ചകോടിക്ക് 2024 നവംബറിൽ വേദിയായ നഗരമാണ് ബ്രസീലിലെ റിയോ ഡി ജനറോ. 2024 ലോക പ്രമേഹ ദിനത്തിന്റെ സന്ദേശം എന്താണ്? ഉത്തരം ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിംഗ് ഗ്യാപ്സ്. 2024 ലോക പ്രമേഹ ദിനത്തിന്റെ സന്ദേശമാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിംഗ് ഗ്യാപ്സ്. 2024 നവംബറിൽ ഇന്ത്യയുടെ പുതിയ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായ വ്യക്തി ആരാണ്? കെ സഞ്ജയ് മൂർത്തി. 2024 നവംബറിൽ ഇന്ത്യയുടെ പുതിയ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് കെ സഞ്ജയ് മൂർത്തി. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? കേരളം. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഏതാണ്? ഉത്തരം കൊല്ലം.
രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയ ജില്ലയാണ് കൊല്ലം. മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ഉത്തരം തെലങ്കാന. മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനമാണ് തെലങ്കാന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായി 2025 ജനുവരിയിൽ നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനായി 2025 ജനുവരിയിൽ നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിലിന്റെ അധ്യക്ഷനായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിലിന്റെ അധ്യക്ഷനായി നിയമിതനായ ഇന്ത്യക്കാരനാണ് ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ. 2024 ഡിസംബറിൽ USA-യുടെ ദേശീയ പക്ഷിയായി അംഗീകാരം ലഭിച്ചത് ഏതിനാണ്? ഉത്തരം ബാൾഡ് ഈഗിൾ. 2024 ഡിസംബറിൽ USA-യുടെ ദേശീയ പക്ഷിയായി അംഗീകാരം ലഭിച്ചത് ബാൾഡ് ഈഗിളിനാണ്. UN ജനറൽ അസംബ്ലി ലോക ധ്യാന ദിനമായി തിരഞ്ഞെടുത്ത ദിവസം ഏതാണ്? ഉത്തരം ഡിസംബർ 21. UN ജനറൽ അസംബ്ലി ലോക ധ്യാന ദിനമായി തിരഞ്ഞെടുത്ത ദിവസമാണ് ഡിസംബർ 21. ശരീരം വിറച്ച് രോഗി നൃത്തം ചെയ്യുന്നത് പോലെ തോന്നിക്കുന്ന ഡിങ്ക ഡിങ്ക രോഗം പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യം ഏതാണ്? ഉത്തരം യുഗാണ്ട. ശരീരം വിറച്ച് രോഗി നൃത്തം ചെയ്യുന്നത് പോലെ തോന്നിക്കുന്ന ഡിങ്ക ഡിങ്ക രോഗം പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യമാണ് യുഗാണ്ട. 2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ്. 2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. 2024 ഡിസംബർ 25 അന്തരിച്ച പ്രമുഖ മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം MT വാസുദേവൻ നായർ. 2024 ഡിസംബർ 25 അന്തരിച്ച പ്രമുഖ മലയാള സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. 2025 ഡിസംബർ 25 അന്തരിച്ച ഒസാമു സുസുക്കി ഇന്ത്യയിൽ വൻ പ്രചാരം നേടിയ ഏത് കാറുകളുടെ ശില്പിയാണ്? ഉത്തരം മാരുതി 800. 2025 ഡിസംബർ 25 അന്തരിച്ച ഒസാമു സുസുക്കി ഇന്ത്യയിൽ വൻ പ്രചാരം നേടിയ ഏത് കാറുകളുടെ ശില്പിയാണ്? ഉത്തരം മാരുതി 800. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരമായ ദി ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ സമ്മാനിച്ച രാജ്യം ഏതാണ്? ഉത്തരം കുവൈത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരമായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ സമ്മാനിച്ച രാജ്യമാണ് കുവൈത്ത്. കേരളത്തിന്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഏത് സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണറായാണ് നിയമിച്ചത്? ഉത്തരം ബീഹാർ. കേരളത്തിന്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഏത് സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണറായാണ് നിയമിച്ചത്? ഉത്തരം ബീഹാർ. ഏഷ്യ കപ്പ് അണ്ടർ 19 വനിതാ ക്രിക്കറ്റിൽ ജേതാക്കളായത് ആരാണ്? ഉത്തരം ഇന്ത്യ. ഏഷ്യ കപ്പ് അണ്ടർ 19 വനിതാ ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. 2025 ജനുവരി 20 അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ്? ഉത്തരം 47ാമത്തെ. 2025 ജനുവരി 20 അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ്? ഉത്തരം 47ാമത്തെ. 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം കെ അരവിന്ദാക്ഷൻ. 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് കെ അരവിന്ദാക്ഷനാണ്. തീവ്രമായ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ ജനങ്ങളെ അറിയിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സംവിധാനം ഏതാണ്? കവചം. തീവ്രമായ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ ജനങ്ങളെ അറിയിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണ് കവചം. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. സംസ്ഥാനത്തിനുള്ളിൽ എത്ര രൂപയിലധികം വിലയുള്ള സ്വർണവും രത്നങ്ങളും കൊണ്ടുപോകാനാണ് വേ ബിൽ നിർബന്ധമാക്കിയത്? ഉത്തരം 10 ലക്ഷമോ അതിൽ കൂടുതലോ. സംസ്ഥാനത്തിനുള്ളിൽ എത്ര രൂപയിലധികം വിലയുള്ള സ്വർണവും രത്നങ്ങളും കൊണ്ടുപോകുന്നതിനാണ് വേ ബിൽ നിർബന്ധമാക്കിയത്? ഉത്തരം 10 ലക്ഷമോ അതിൽ കൂടുതലോ. 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളം എഴുത്തുകാരൻ ആരാണ്?
ഉത്തരം MT വാസുദേവൻ നായർ. 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളം എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. 2025 പ്രഖ്യാപിച്ച പത്മഭൂഷൺ ജേതാക്കളിൽ ഉൾപ്പെടുന്ന കേരളീയർ ആരെല്ലാമാണ്? ഉത്തരം PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, ശോഭന. 2025 പ്രഖ്യാപിച്ച പത്മഭൂഷൺ ജേതാക്കളിൽ ഉൾപ്പെടുന്ന കേരളീയർ ആണ് ശ്രീ PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, ശോഭന എന്നിവർ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗത്തിലെ ജേതാവ് ആരാണ്? ഉത്തരം മാഡിസൺ കെയ്സ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗത്തിലെ ജേതാവാണ് മാഡിസൺ കെയ്സ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? ഉത്തരം ജാനിക് സിന്നർ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം ജേതാവാണ് ജാനിക് സിന്നർ. കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറായി നിയമിതനായത് ആരാണ്? ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറായി നിയമിതനായ വ്യക്തിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഉത്തരം കൊനേരു ഹംപി. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയ ഇന്ത്യക്കാരിയാണ് കൊനേരു ഹംപി.